ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या सम्प्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्री गुरुभ्यो नमः। हरिः ओं ഹരി ഓം. എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണ. ആദ്യം ഒരു കാര്യം പറയാനുണ്ട്. ജൂലൈ 10 ഗുരുപൂർണിമയാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജൂലൈ 10 നമുക്ക് ഇനി 1.5 മാസത്തിലധികം സമയമുണ്ട്. അപ്പം ഗുരുപൂർണിമയ്ക്ക് നമ്മൾ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമിജിയുടെ ജയന്തി ആഘോഷിച്ചതുപോലെ നമുക്ക് ലളിതമായി ഈ ഓൺലൈൻ എന്ന മാധ്യമത്തിലൂടെ അല്ലേ, ദൂരവാഹിനി, അതിലൂടെ പറ്റാവുന്ന രീതിയിൽ ഗുരുസ്മരണ നടത്താം. അപ്പം അതിന് വേദവ്യാസ മഹർഷിയെക്കുറിച്ച് ഒരു ചെറിയ ഒരു പ്രഭാഷണം നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നേരത്തെ അറിയിക്കുക. 1.5 മാസം സമയമുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സാവകാശം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് എന്നിട്ട് അത് ചർച്ച ചെയ്യാൻ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ വേദവ്യാസ മഹർഷിയുടെ കൃതികൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് ഭാഗവതം മുതൽ പാരായണം ചെയ്യാം. ഏതെങ്കിലുമൊക്കെ കുറച്ച് ഭാഗങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആയിട്ട് പാരായണം ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് വെക്കാനും അതിനുവേണ്ടി മാനസികമായി തയ്യാറാകുവാൻ വേണ്ടിയാണ് നേരത്തെ പറയുന്നത്. അപ്പം അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഒരു ആഴ്ചയ്ക്കുള്ളിൽ അറിയിച്ചാൽ നമുക്ക് അതനുസരിച്ച് തയ്യാറാകാം. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇതുവരെ പറയാത്തവർ മുന്നോട്ട് വരണം എന്നാണ്. അല്ല, നമുക്കറിയാം വ്യാസോ ഉച്ഛിഷ്ടം ജഗത് സർവം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം വേദവ്യാസ മഹർഷി പറയാത്തതായി ഒന്നുമില്ല. ഇപ്പം നമ്മൾ പഠിക്കുന്നതും അല്ലേ, അദ്ദേഹം ആ വേദങ്ങളെ ക്രോഡീകരിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് പഠിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള ഒരു സ്മരണാർത്ഥം നമുക്ക് ഒരു വാക്പുഷ്പാഞ്ജലി നടത്താം. ദയവായി അറിയിക്കുക. എല്ലാവരും മുന്നോട്ട് വരണം. ആ സഭാഗമൊക്കെ മാറ്റണം. നമോ നാരായണ. നമുക്ക് മടങ്ങി വരാം.
ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയീ ബ്രാഹ്മണം. ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണത്തോടുകൂടി യാജ്ഞവൽക്യ മഹർഷി ആരംഭിച്ചു. അജാതശത്രു ബ്രാഹ്മണം, ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, മൈത്രേയീ ബ്രാഹ്മണം. നമ്മൾ മൈത്രേയീ ബ്രാഹ്മണം എന്നാണ് ഈ ബ്രാഹ്മണത്തിൻ്റെ പേരെന്ന് കണ്ടു. 14 മന്ത്രങ്ങൾ അടങ്ങിയതാണ്. ഇതിൽ 3 വിഷയങ്ങളാണ് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയി എന്ന ശിഷ്യയ്ക്ക് ഉപദേശിക്കുന്നത്. ഒന്ന് സന്യാസ വിചാരം, എന്താണ് സന്യാസം എന്ന് ഉപദേശിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അല്ലേ, പല തെറ്റിദ്ധാരണകളുണ്ട്. ആർക്കൊക്കെ സന്യസിക്കാം, അല്ലേ എന്താണ് സന്യാസം? അത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരുപാട് സമൂഹത്തിൽ അങ്ങനെയുള്ള കോലാഹലങ്ങളുണ്ട് താനും, അത് വേറെ കാര്യം. നമ്മളെയും ആ കോലാഹലങ്ങൾ എന്താണ്, നമ്മളെയും ബാധിക്കും, അല്ലെ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളും ഒരു എന്താ പറയുക, നമ്മളും ഒരു കൺഫ്യൂസ്ഡ് ആയി പോകും. ഇത് ശരിയാണോ, അത് ശരിയാണോ, ഏതാ ശരി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിത്തരാനായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി സന്യാസ വിചാരം, എന്താണ് സന്യാസം എന്ന് ഇവിടെ വിസ്തരിച്ച് പറയുകയാണ്. അതിൽ നമ്മൾ 3 ലക്ഷണങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. ഒന്ന്, കർമ്മഫലത്യാഗമാണ് സന്യാസം. അല്ലേ, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിൽ ഫലം പ്രതീക്ഷിക്കാതിരുന്നാൽ ആ പ്രതീക്ഷിക്കാതിരിക്കുന്ന സാധകൻ സന്യാസിയാണ്. എന്താണ്, എന്ത് കർമ്മം ചെയ്താലും അല്ലെ, അതിൽ പുണ്യഫലവോ പാപഫലവോ എന്തോ ആയിക്കോട്ടെ, അല്ലെ സുഖഫലവോ ദുഃഖഫലവോ. ദുഃഖഫലം നമ്മൾ പിന്നെ പ്രതീക്ഷിക്കില്ല, അത് വേറെ കാര്യം. എങ്കിലും ഇത് 2 രീതിയിലാണ് ഫലം നമ്മളെ ആക്രമിക്കുക. ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഫലേച്ഛ കൂടാതെയുള്ള സർവകർമ്മവും സന്യാസമാകുന്നു. നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി പിന്നെ വലിയ വലിയ കാര്യങ്ങൾ. അല്ലേ, ഞാൻ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി നല്ലതെന്ന് പറഞ്ഞാലും ആദ്യമൊക്കെ എല്ലാവരും പറയുവേ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തന്നെയല്ലേ, യാന്ത്രികമായി മാറുകയല്ലേ ജീവിതം. അപ്പം ഈ അപ്രീസിയേഷനൊക്കെ എല്ലാവരും മറന്നുപോകും. അല്ലേ, ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലേ, സ്തുതി നിന്ദ, അല്ലേ, ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. തുല്യ നിന്ദ സ്തുതിർ മൗനി. അങ്ങനെയുണ്ട്. അവരാരാണ്? സന്യാസികൾ. എളുപ്പമല്ല. പക്ഷെ മോശമാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, മോശമാണെങ്കിൽ അന്നത്തെ ദിവസം പറയും ഇതിലിപ്പില്ല, മുളകില്ല, മോശമായിരുന്നു. എത്ര ദിവസം നല്ലതാണെങ്കിലും നല്ലതാണെന്ന് പറയില്ല. നമുക്കതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുക്കള സന്യാസി. അടുത്ത ലക്ഷണം എന്താണ്? ഏഷണാത്രയത്യാഗം. എനിക്ക് ഒന്നിനോടും ഒരു ഏഷണയില്ല, മമതയില്ല. ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ അവരാരാണ്? സന്യാസിയാകുന്നു. പിന്നെ ജ്ഞാനപ്രാപ്തി അംഗം, ജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ. ജ്ഞാനം എന്താണ് ഇവിടെ? ബ്രഹ്മവിദ്യാജ്ഞാനം. അതിനുവേണ്ടി നിരന്തരം നമ്മൾ എവിടെ ഇരുന്ന്, ഏത് സമയത്ത്, ഏത് ദേശത്ത്, ഏത് പ്രായത്തിൽ, ഏത് കാലത്തിലിരുന്ന് ഞാൻ ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ്? സന്യാസിയാണ്. അതാണ് സന്യാസ വിചാരത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. യാജ്ഞവൽക്യ മഹർഷി പറയുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ഒരു വലിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ്റെ മൈത്രി ബ്രാഹ്മണം തുടങ്ങുന്നതിന് മുമ്പ്. അതിൽ ആദിശങ്കര ഭഗവത്പാദർ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് സന്യാസി എന്ന്. ജസ്റ്റ് വായിക്കാം. സ്വരൂപ്യോ കർമ്മവിദ്യാസ്വരൂപ്യോ വിദ്യാ അവിദ്യാത്മകയോഹോ പ്രതികൂലവർത്തനം വിരോധഃ. ഇവരാണ് സന്യാസി എന്ന് മഹാഭാരതത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അതായത് കർമ്മത്തിനോട് വിരോധമാണെന്നവർക്ക്,
എന്ത് കർമ്മം ചെയ്താലും അതിനോടൊന്നും ഒരു ഒട്ടലില്ലാതെ, അതിനോടൊന്നും ഒരു മമതയുമില്ലാതെ ഏത് കർമ്മവും അവരുടെ പ്രാരാബ്ധമനുസരിച്ച് ഏത് കർമ്മം വന്നു ചേർന്നാലും അവരൊട്ടലില്ലാണ്ട് ചെയ്യുന്നവരാണ് സന്യാസി എന്ന് ഞാൻ പറയുന്നതല്ലെന്ന് ഭഗവത്പാദർ പറയുക. അത് അദ്ദേഹത്തിൻ്റെ പൂർവ്വ ഗുരുക്കന്മാരെ സ്മരിക്കുകയാണ്. വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. കർമ്മണ ബന്ധതോ ജന്തുഹു വിദ്യയാച്ച വിമുച്ചതേ തസ്മാത് കർമ്മം ന കുറുവന്തി പാരദർശിനഃ. പാരദർശികൾ എന്ന് വെച്ചാൽ ആരാ? മഹാത്മാക്കൾ അല്ലേ, ദേശികന്മാർ, ആചാര്യന്മാർ. അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കർമ്മത്തിനോട് ഒട്ടൽ വന്നാൽ അവർക്ക് വീണ്ടും വീണ്ടും ജന്മമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നിനോടും മമതയില്ലാണ്ട് ജീവിതം നിത്യേന ജീവിച്ചു പോയാൽ അവർ സന്യാസിയാകുന്നു എന്ന് പറഞ്ഞ് വലിയൊരു ഭാഷയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് അതിൽ നിന്നും എടുക്കാം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ. അങ്ങനെ സന്യാസ വിചാരം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രഹ്മവിദ്യാ വിചാരം, ബ്രഹ്മവിദ്യാ സാധനാ വിചാരം. അത് സന്യാസിയായി ഇരുന്നു കൊണ്ട് വേണം ബ്രഹ്മവിദ്യ നേടുവാനായിട്ട്. അപ്പം എന്താണ് സന്യാസം? നമ്മൾ 3 ലക്ഷണം കണ്ടു അല്ലേ? കർമ്മബലത്യാഗം, വേഷണാത്രയത്യാഗം, പിന്നെ ജ്ഞാന അംഗപ്രാപ്തി, ജ്ഞാനത്തിനായി പ്രയത്നിക്കുക. ഈ 3 ഭാവത്തോടു കൂടി ഇരുന്ന് വേണം എന്ത് ചെയ്യാൻ? ബ്രഹ്മവിദ്യയെ നേടിയെടുക്കേണ്ടത് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇനി മൈത്രേയിയും യാജ്ഞവൽക്യ മഹർഷിയും വരികയാണ്. മൈത്രേയി ആരാണ്? മൈത്രേയിയെ വിളിക്കുന്നതാണ് ബ്രഹ്മവാദിനി. ഒരുപാട് ബ്രഹ്മവാദിനിമാരുണ്ട്, ഇനിയും വരുന്നുണ്ട്, ഗാർഗിയൊക്കെ വരുന്നുണ്ട് ഇനിയുള്ള കാണ്ഡങ്ങളിൽ. മൈത്രേയി ആരാണ്? ബ്രഹ്മവാദിനി. ബ്രഹ്മവാദിനി എന്ന് വെച്ചാൽ വേദത്തിൻ്റെ സ്ത്രീ വ്യാഖ്യാതാവ്, എക്സ്പൗണ്ടർ ഓഫ് വേദ എന്നാണ് ബ്രഹ്മവാദിനി എന്ന വാക്കിൻ്റെ അർത്ഥം. വേദത്തിൻ്റെ സ്ത്രീ വ്യാഖ്യാത, സ്ത്രീലിംഗം ആണെങ്കിൽ ബ്രഹ്മവാദിനി എന്ന് ഇവിടെ പറയും. അപ്പം മൈത്രേയി ബ്രഹ്മവാദിനിയാണ്. ഈ മൈത്രേയി നമ്മൾ പഠിച്ചിരുന്നു, ജനക ദേശത്താണ് ജനിച്ചത്. മൈത്രേയിയുടെ പിതാവാണ് ജനക മഹാരാജാവിൻ്റെ മന്ത്രി. മൈത്രേയി ചെറുപ്പത്തിൽ ഋഗ്വേദമാണ് കണ്ഠസ്ഥമാക്കിയത്, അല്ലെങ്കിൽ ഗുരുകുലത്തിൽ പോയി അഭ്യസിച്ച് പഠനം പൂർത്തീകരിച്ചത് ഋഗ്വേദ ശാഖയാണ്. ഋഗ്വേദത്തിൽ നിങ്ങൾക്കറിയോ 10 സ്തുതികൾ, 10 സ്തോത്രങ്ങൾ മൈത്രേയിയുടെ സംഭാവനയാണ്. നമ്മൾ പല സ്തോത്രങ്ങളും പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഋഗ്വേദത്തിൽ ദുർഗാസൂക്തം, സ്ത്രീ സൂക്തം, സരസ്വതി സൂക്തം, നക്ഷത്ര സൂക്തം, ഭാഗ്യസൂക്തം ഒക്കെ എല്ലാവരും ചൊല്ലുന്നതാണ്. ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം, നവഗ്രഹ സൂക്തം ഇത്യാദി ഇത്യാദി 10 സൂക്തങ്ങൾ ബ്രഹ്മവാദിനിയായ മൈത്രേയിക്ക് തൻ്റെ തപശക്തി കൊണ്ട്, സാധന കൊണ്ട് ദർശനമായതാണ്. ആ മൈത്രേയിയാണ് ഇവിടെ ശിഷ്യയായി വരുന്നത്. അപ്പം നിസാരക്കാരെയല്ല മൈത്രേയി. 1ഉം 2ഉം അല്ല, 10 സൂക്തങ്ങൾ, ഋഗ്വേദത്തിലുള്ള 10 സൂക്തങ്ങൾ. അതങ്ങനെയാണ് മൈത്രേയിക്ക് ബ്രഹ്മവാദിനി എന്ന നാമം ലഭിച്ചത്. അത് ആദരണാർത്ഥം നൽകിയതാണ്. അവരുടെ തപസ്സുകൊണ്ട്, അവരുടെ മന്ത്രദർശനം കൊണ്ട് അവർക്ക് ആദരവ് പോലെ നമ്മൾ ബഹുമാനാർത്ഥം കൊടുക്കില്ലേ ഓരോ പട്ടങ്ങൾ, ഓരോ പേരുകൾ, അതുപോലെ അങ്ങനെയാണ് ബ്രഹ്മവാദിനിയായി മൈത്രേയി മാറിയത്. അങ്ങനെ ജനകസഭയിൽ നമ്മൾ ഇന്നലെ ആ കഥയൊക്കെ കണ്ടിരുന്നു. യാജ്ഞവൽക്യ മഹർഷി ജനകസഭയിൽ, വിദ്വത്സഭയിൽ വാഗ്വാദനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം എന്തൊക്കെയാണോ നാനാവിധ ദക്ഷിണകളാണ് ജനക മഹാരാജാവ്, ബഹുദക്ഷിണ എന്നാണ് പറയുന്നതിന്, നാനാവിധങ്ങളായ ദക്ഷിണകളാണ് ജനക മഹാരാജാവ് ആ വിദ്വത്സഭയിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് കൊടുക്കുവാനായി കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ സഭ തുടങ്ങുന്നതിന് മുമ്പ്, ചോദ്യോദ്ധാരണത്തിന് മുമ്പ് തന്നെ ഇത് എന്ത് ചെയ്തു? ദക്ഷിണയല്ല, യാജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങളിത് ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ്
പിന്നെ അതിനുള്ള വാദപ്രതിവാദങ്ങളൊക്കെയായി ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ചോദ്യത്തിൻ്റെ മറുപടിയായി യാജ്ഞവൽക്യ മഹർഷി ഉത്തരം പറയുന്നു. എല്ലാ പ്രതിവാദികളെയും യാജ്ഞവൽക്യ മഹർഷി അവിടെ ഖണ്ഡനം ചെയ്യുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി നൽകി അവർക്കിനി ചോദ്യങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ അവരുടെയൊക്കെ വായടപ്പിച്ചു യാജ്ഞവൽക്യ മഹർഷി. അങ്ങനെ ജനക മഹാരാജാവ് പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരു ഗുരുനാഥനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ജനക മഹാരാജാവ് ശിഷ്യപ്പെടുന്നു. പിന്നെ ജനക മഹാരാജാവിനോടുള്ള ഗുരു ഉപദേശമൊക്കെ ഇനി നമ്മൾ കഹോല ബ്രാഹ്മണത്തിൽ പഠിക്കും. അങ്ങനെ ഇത് കണ്ട് മൈത്രേയിക്ക് വളരെ ആകാംക്ഷയായി. ഞാൻ പഠിച്ചതൊന്നും പൂർണ്ണമല്ലല്ലോ, ഞാൻ ചെയ്ത സാധനകളും തപസ്സും ഒന്നും പൂർണ്ണമല്ല, ഇനിയും എനിക്ക് അറിയാത്തതായി ബ്രഹ്മവിദ്യയുണ്ട് എന്ന് മനസ്സിലാക്കിയ മൈത്രേയി തൻ്റെ പിതാവായ ജനക മഹാരാജാവിൻ്റെ മന്ത്രിയോട് പറയുന്നു. മന്ത്രി പറയുന്നു, ഇല്ല, നിനക്ക് വിവാഹത്തിനുള്ള അടുത്ത ഗാർഹസ്ഥ്യത്തിലേക്കാണ്, നിന്റെ ബ്രഹ്മചര്യവാസം ഗുരുകുലവാസം കഴിഞ്ഞു, ഇനി നിനക്ക് ഗാർഹസ്ഥ്യമാണ് മകളെ വിധി. അതുകൊണ്ട് ഒരു പിതാവായ ഞാൻ ബ്രഹ്മഹത്യാപാപം എനിക്കുണ്ടാകും. പിതാവിൻ്റെ ധർമ്മമാണ് പുത്രിക്ക് ഏത് ആശ്രമമാണോ വേണ്ടത് അത് യഥാകാലം നടത്തിക്കൊടുക്കേണ്ടത് പിതാവിൻ്റെ ധർമ്മമാണ്. അല്ലെങ്കിൽ ആ പിതാവ് അപിതാവായി മാറും, അവർക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകും. അങ്ങനെ ആ പിതാവ് പറഞ്ഞു, എനിക്ക് ബ്രഹ്മഹത്യാപാപം വരും, ഞാനത് ചെയ്യില്ല. ബ്രഹ്മഹത്യാപാപം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഒരു ജീവനെ വധിക്കുന്നതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ദോഷം അല്ലേ? അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്താ 12 വർഷം ജയിൽവാസം അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ വിധികളൊക്കെ നമ്മൾ കാണുന്നതാണ്. തൂക്കുകയറ് അല്ലേ? ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊലപാതകം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ പാപത്തിന് തുല്യമായി വരും. അത് ഞാൻ എങ്ങനെ ഏറ്റെടുക്കും? നിനക്ക് ജന്മം നൽകിയത് ഞാനല്ലേ എന്ന് പറഞ്ഞ് പിതാവും അവിടെ ദുഃഖിക്കുകയാണ്. അപ്പം ഇതിനൊരു പരിഹാരമായി കാർത്യായനിയുടെ അടുത്ത്, അതായത് യാജ്ഞവൽക്യ മഹർഷിയുടെ പ്രഥമ പത്നിയുടെ അടുത്ത് വിടുകയാണ്. അപ്പം കാർത്യായനി വളരെ ശ്രേഷ്ഠയായ, എങ്ങനെയാണോ ഒരു പതിവ്രതയായ സ്ത്രീ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു പത്നി, അതിൻ്റെ പൂർണ്ണകായമാണ് ആര്? കാർത്യായനി എന്ന് പറയുന്നത്. അനേകം ശിഷ്യന്മാരുണ്ട്. യാജ്ഞവൽക്യ മഹർഷി എന്താണ്? അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ തപസ്, അദ്ദേഹത്തിൻ്റെ സാധന, പിന്നെ അധ്യയനം, അധ്യാപനം, ഇത് മാത്രമേ യാജ്ഞവൽക്യ മഹർഷി ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും, വീട്ടിൽ വേണ്ട സാധനങ്ങൾ അല്ലെ, ഈ 100-ലധികം കുട്ടികൾക്ക് ഭക്ഷണം വേണം, അതിൻ്റെ ഉള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും, അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം എല്ലാം ചെയ്യുന്നത്. ഹിന്ദിയിൽ പറഞ്ഞാൽ അതിന് എന്താ പറയുക, കോത്തുവാൾ എന്ന് പറയും. എന്നുവെച്ചാൽ കെയർ ടേക്കർ നമ്മൾ പറയില്ലേ, അത് അങ്ങനത്തെ ആളാണ് ആര്? കാർത്യായനി. ഒരു പരാതിയില്ല. യാജ്ഞവൽക്യ മഹർഷി തന്നോട് മിണ്ടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അരിയില്ലെന്നോ പച്ചക്കറി ഇല്ലെന്നോ ഒരു പരാതിയില്ലാണ്ട് എല്ലാറ്റിനെയും സംരക്ഷിച്ചുകൊണ്ട് ആ ഗുരുകുലം നടത്തിക്കൊണ്ടുവരുന്നത് കാർത്യായനിയാണ്. ആ കാർത്യായനിയുടെ അടുത്താണ് മൈത്രേയി വരുന്നത്. കാർത്യായനി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അപ്പം നമ്മൾ പിതാവിൻ്റെ ദുഃഖവും മനസ്സിലാക്കണം. പിതാവിന് ബ്രഹ്മഹത്യാപാപം ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഭാര്യയായി വരൂ. അപ്പോഴെന്താണ് പിതാവിനും സന്തോഷമാകും. കാരണം വിവാഹം കഴിപ്പിച്ചു കൊടുത്തല്ലോ, അഗ്നിസാക്ഷിയായി കൊടുക്കണം അല്ല, നമ്മൾ കന്യാദാനമൊക്കെ പഠിച്ചിട്ടില്ല, അറിയില്ലേ എല്ലാവർക്കും? അങ്ങനെ കൊടുക്കണം എന്നതാണല്ലോ പിതാവിൻ്റെ ധർമ്മം, അത് ചെയ്യാം എന്ന് പറഞ്ഞ് കാർത്യായനി ആദ്യം സമ്മതിച്ചു. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് പോയി പിതാവ് തന്നെ പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഓ സന്തോഷം, കാർത്യായനി സമ്മതിച്ചല്ലോ, പിന്നെ എനിക്കൊരു പ്രശ്നമില്ല, സന്തോഷം, ബ്രഹ്മവിദ്യ പഠിക്കാനല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരികയാണ് മൈത്രേയിനെ. വിദേഹ രാജ്യത്തു നിന്നും യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വന്നിട്ട് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ്. ഈ ഗുരുകുലത്തിലുള്ള ചെറിയ മക്കളിരുന്ന് പഠിക്കുകയല്ലേ, ആ കുട്ടികളോടൊപ്പം എന്ത് പഠിക്കുന്നു? കൃഷ്ണയജുർവേദ ശാഖ. എന്താണോ സൂര്യഭഗവാനിൽ നിന്നും യാജ്ഞവൽക്യ മഹർഷിക്ക് ലഭ്യമായത്,
എന്താണോ വൈശമ്പായന മഹർഷിയിൽ നിന്ന് ലഭ്യമായത്, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ തപശക്തി കൊണ്ട് അദ്ദേഹത്തിന് ദൃഷ്ടമായ മന്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്ന സർവ്വവിദ്യകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൈത്രേയിക്ക്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു, അടുത്ത ബാച്ച് വരുന്നു, വീണ്ടും അടുത്ത ബാച്ച് വരുന്നു. ഇത് വീണ്ടും വീണ്ടും പുനഃ ശ്രവണം മൈത്രേയി നടത്തിക്കൊണ്ടുവരികയാണ്. ഒരു ലെവലേശം പോലും എന്താ പറയുക ബോറടിക്കാണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മൈത്രേയി വന്നു. അങ്ങനെ മൈത്രേയിയുടെ ആ കഥ അവിടെ തീരുകയാണ്. ഇനി നമ്മൾ മന്ത്രത്തിലേക്ക് വരികയാണ്. നമുക്ക് തുടങ്ങാം. പ്രഥമ മന്ത്രം. ചതുർത്ഥ ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണം, പ്രഥമ മന്ത്രം. മൈത്രേയി ഇതി ഹ ഉവാച ഇതി ഹോവാച യാജ്ഞവൽക്യഃ ഉദ്യാസൻ വ അരേ അഹം അസ്മാത് സ്ഥാനാത് അസ്തി ഹന്ത തേ അനയാ കാത്യായനി. നമ്മുടെ നാട്ടിലെ പോലെ റകാരമില്ല, കാത്യായനി എന്നേ ഉള്ളു കേട്ടോ. കാത്യായനി. അന്തം കരവാണി ഇതി, അന്തം കരവാണി ഇതി. ഒന്നുകൂടെ വായിക്കാം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. പ്രഥമ മന്ത്രം. മൈത്രേയി ഇതി ഹോവാച യാജ്ഞവൽക്യഃ ഉദ്യാസൻ വാ അരേ അഹം അസ്മാത് സ്നാനാത് അസ്തി ഹന്തതേ അനയാ കാത്യായനി അന്തം കരവാണി ഇതി. നമ്മൾ ഇത് തന്നെ ഇനി പഠിക്കും. ഇന്നലെ കണ്ടിരുന്നു. എത്രയാണ്? മുനികാണ്ഡത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കും. അവിടെ ഒരു മന്ത്രവും കൂടെ കൂടുതലായിട്ടുണ്ട്. മൈത്രേയി ഇതി ഹോവാച യാജ്ഞവൽക്യഃ ഉദ്യാസൻ വാ അരേ അഹം അസ്മാത് സ്ഥാനാത് അസ്മി 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 ആര്യോ ഹന്തതേ അനയാ കാത്യായനി അന്തം കരവാണി ഇതി. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. മൈത്രേയി ഇതി ഹോവാച യാജ്ഞവൽക്യഃ ഉദ്യാസൻ വാ അരേ അഹം അസ്മാത് സ്ഥാനാത് അസ്മി ഹന്തതേ അനയാ കാത്യായനി അന്തം കരവാണി ഇതി. ഒന്നുകൂടെ. മൈത്രേയി ഇതി ഹോവാച യാജ്ഞവൽക്യഃ ഉദ്യാസൻ വാ അരേ അഹം അസ്മാത് സ്ഥാനാത് അസ്മി ഹന്തതേ അനയാ കാത്യായനി അന്തം കരവാണി ഇതി. മൈത്രേയി മൈത്രേയി എന്നാണ് അല്ലേ? ദീർഘമുണ്ടല്ലേ അവിടെ. മൈത്രേയി ഇതി രണ്ടാക്കുമ്പോൾ കണ്ടോ? മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ അന്വയം നോക്കണേ. മൈത്രേയി ഇതി. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ മൈത്രേയി എന്ന് വെച്ചാൽ അല്ലയോ മൈത്രേയി. നമ്മൾ ഒരാളെ വിളിക്കില്ലേ, അതായത് സംബോധന വിഭക്തി എന്ന് പറയും അതിന് വ്യാകരണത്തിൽ. അതായത് സംബോധന ചെയ്ത് വിളിക്കുകയാണ്. അരേ മൈത്രേയി എന്ന് വിളിക്കുകയാണ്. അപ്പം മൈത്രേയി എവിടെ? നമ്മുടെ മനസ്സിൽ ആ ഭാവന വരണം കേട്ടോ. ഓരോ വാക്കും ഓരോ ദീർഘവും അതിനർത്ഥമുണ്ട്. നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യണം. യാജ്ഞവൽക്യ മഹർഷിയുടെ മഹാഗുരുകുലം, അവിടെ മൈത്രേയി ഉണ്ട്, കാർത്യായനി ഉണ്ട്, പിന്നെ നമ്മളെപ്പോലെ അനേകം ശിഷ്യന്മാരുണ്ട്. അപ്പം മൈത്രേയി അവിടെ എവിടെയോ നിന്ന് എന്തോ സേവ ചെയ്യുകയാണ്.
കാത്യായനി അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയാണ്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി തൻ്റെ വ്യാസപീഠത്തിലിരിക്കുക. എന്നിട്ട് വിളിക്കുകയാണ്, അരേ മൈത്രേയി എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങോട്ട് വരൂ അല്ലേ. ഒരാൾ ദൂരെ നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഉറക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആ വിളി കേൾക്കണം, ഇങ്ങോട്ട് വരണം, അത് അല്ലേ. അല്ലാണ്ട് നീ എവിടെയാ ഇങ്ങോട്ടൊന്ന് വരൂ അത്രയൊന്നുമില്ല, ഒറ്റ വാക്കേ ഉള്ളൂ, അരേ മൈത്രേയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇങ്ങോട്ട് വരാനാണെന്ന്. മൈത്രേയി അല്ലേ, യാജ്ഞവൽക്യർ വിളിക്കുകയാണ്. ഇതിഹ ഉവാച യാജ്ഞവൽക്യഃ എന്ന് വെച്ചാൽ എന്താ, യാജ്ഞവൽക്യ മഹർഷി ഉവാച ഇവിടെ വിളിച്ചു. ഉവാച എന്ന് വെച്ചാൽ പറഞ്ഞു എന്നും വിളിച്ചു എന്നും ഒക്കെ അർത്ഥമുണ്ട്. യാജ്ഞവൽക്യ മഹർഷി വിളിച്ചു, അരേ മൈത്രേയി ഇങ്ങോട്ട് വരൂ. എന്നിട്ട് എന്താണ്, ഉദ്ധ്യാസൻ, ഇതിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഉദ്ധ്യാസൻ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യൂ, ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഉദ്ധ്യാസൻ, ഉദ്ധ്യാസൻ, ഉദ്ധ്യാസൻ. ഉദ്ധ്യാസൻ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ഊർധ്വം, ഊർധ്വം യാസൻ. ഊർധ്വം യാജ്ഞവൽക്കൻ്റെ യാ തന്നെയാണ്. ഊർധ്വം യാസൻ ഗമിഷ്യൻ, ഗമിഷ്യൻ. ഊർധ്വം യാസൻ ഗമിഷ്യൻ അസ്മി, അസ്മി. ഊർധ്വം യാസൻ ഗമിഷ്യൻ അസ്മി ഇതി ഉദ്ധ്യാസൻ, ഇതി, ഇതി ഉദ്ധ്യാസൻ. ഒന്നുകൂടെ പറയേ, ഊർധ്വം യാസൻ ഗമിഷ്യൻ അസ്മി ഇതി ഉദ്ധ്യാസൻ. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലയോ മൈത്രേയി, ഞാൻ ഉദ്ധ്യാസനാകാൻ പോവുകയാണെന്ന്. ഉദ്ധ്യാസൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, മേലോട്ട് പോകാന്ന്. എവിടെ മേലോട്ട്, ഉയർന്ന ആശ്രമത്തിലേക്ക്, ഉയർന്ന ആശ്രമത്തിലേക്ക്, ഉയർന്ന നിലയിലേക്ക്. രണ്ടർത്ഥമുണ്ട് ഇവിടെ. ആശ്രമം എന്ന് വെച്ചാൽ അടുത്ത് വേറെ, ഞാനിനി നദിയുടെ അക്കരെ പോയി വേറൊരു ആശ്രമം കെട്ടുക എന്നല്ല അർത്ഥം അല്ലേ, ഉയർന്ന നിലയിലേക്ക്. അപ്പോൾ ഇവിടെ എന്താണ്, യാജ്ഞവൽക്യ മഹർഷിയുടെ നില എന്താണ്, ഗാർഹസ്ഥ്യമാണ് അല്ലേ. അല്ലേ, അദ്ദേഹം പത്നിയുണ്ട് ഗുരുകുലം നടത്തുകയാണ്, മഹർഷിയാണ് അദ്ദേഹം. അപ്പം അതിൻ്റെ ഗാർഹസ്ഥ്യമാണ്. അപ്പം ഗാർഹസ്ഥ്യത്തിൽ നിന്ന് ഞാനിനി ഉയർന്ന ആശ്രമത്തിലേക്ക്. ഇവിടെ ആശ്രമം ഇപ്പം നമ്മൾ വിചാരിക്കുമോ ഗാർഹസ്ഥ്യം കഴിഞ്ഞ് ഇനി വാനപ്രസ്ഥമാണ് എന്ന് അല്ലേ. നമ്മുടെ ആ പാറ്റേൺ അങ്ങനെയാണല്ലോ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അങ്ങനെയല്ല. ഇവിടെ ഉയർന്ന ആശ്രമം എന്ന് വെച്ചാൽ അത്യാശ്രമി എന്ന് പറയും. അത്യാശ്രമി എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ആശ്രമം, സന്യാസവും കഴിഞ്ഞുള്ള ആശ്രമം. അതെന്ന് വെച്ചാൽ അത്യാശ്രമി എന്നുവെച്ചാൽ ഇതെല്ലാം കടഞ്ഞു, എനിക്കിനി വാനപ്രസ്ഥയില്ല, ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ ബ്രഹ്മചാരിയല്ല, ഞാൻ സന്യാസിയുമല്ല, ഞാൻ ആരാണ്, ഇതെല്ലാം കടന്ന് അത്യാശ്രമിയാണ്. ആശ്രമ വ്യവസ്ഥയെയൊക്കെ ഞാൻ ഖണ്ഡനം ചെയ്ത് അതിനെയൊക്കെ ഛേദിച്ചുകൊണ്ട് ഞാൻ ഉയർന്ന നിലയിലേക്ക് പോവുകയാണ് എന്ന് പറയും. അതാണ്. അപ്പം ഊർധ്വം യാസൻ, ഞാൻ ഇരിക്കുന്നത്. ഊർധ്വം എന്ന് വെച്ചാൽ, യാസൻ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം. ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്, ഗൃഹസ്ഥാശ്രമം. ഊർധ്വം എന്ന് വെച്ചാൽ ഉയരെ, അതിലും ഉയരെയായ. ഗമിഷ്യൻ എന്ന് വെച്ചാൽ പോവുക അല്ലേ, ഞാൻ അതിലും ഉയർന്ന നിലയിലേക്ക്. അതാണ് ഊർധ്വം യാസൻ ഗമിഷ്യൻ അസ്മി. അസ്മി എന്ന് വെച്ചാൽ ആരാണ്, ഞാൻ. ഇവിടെ ഞാൻ ആരാണ്, യാജ്ഞവൽക്യ മഹർഷി. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഞാൻ ഉയർന്ന നിലയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു മൈത്രേയി. അതാണ് ഊർധ്വം വാ. വാ എന്ന് വെച്ചാൽ ഞാൻ. ഊർധ്വം വാ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ധ്യാസനാകുവാൻ പോവുകയാണ് ഹേ മൈത്രേയി എന്ന് യാജ്ഞവൽക്യ മഹർഷി. നമ്മുടെ മനസ്സിൽ ആ ഡയലോഗ് ഇങ്ങനെ വരണം, ഇവർ തമ്മിൽ ആ ചിത്രം ഇങ്ങനെ വരണം. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് പറയുകയാണ്, ഞാൻ ഉദ്ധ്യാസനാകാൻ പോവുക, അല്ല അത്യാശ്രമിയാകുവാൻ പോവുകയാണ്. എന്നിട്ട് അടുത്ത ലൈന്,
അരേ അഹം അസ്മാത് സ്ഥാനാത് അസ്മി. അരേ അരേ മൈത്രേയി, അരേ എന്ന് വെച്ചാൽ ഹേ മൈത്രേയി, അല്ലയോ അല്ലയോ എന്നുള്ള അർത്ഥമാണ്. അല്ലയോ മൈത്രേയി, അഹം അസ്മാത് സ്ഥാനാത്, ഞാൻ ഈ സ്ഥാനത്ത് നിന്ന്. അസ്മാത് സ്ഥാനം എന്ന് വെച്ചാൽ ഗൃഹസ്ഥ ആശ്രമി അല്ലേ. ഇപ്പം ഗാർഹസ്ഥ്യനാണ് യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ ഞാൻ ആ ഗാർഹസ്ഥ്യത്തിൽ നിന്നും ഞാൻ ഉദ്യാസനാകാൻ പോവുകയാണ് എന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ നിശ്ചയതയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഉദ്യാസൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, അതിൻ്റെ അർത്ഥം അതിലെല്ലാം ഉൾപ്പെടും. പക്ഷെ അങ്ങനെ ചെയ്തില്ല, രണ്ടാമത് പറഞ്ഞു. അരേ എല്ലയോ മൈത്രേയി, അഹം അസ്മാത് സ്ഥാനാത്, ഞാൻ ഈ നിലയിൽ നിന്നും ഉയർന്ന നിലയിലേക്ക് പോവുകയാണ്. അസ്മി, തീർച്ചയായും ഞാൻ പോകും. ഇപ്പം രണ്ടാമത് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിശ്ചയബുദ്ധിയാണ് അവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങളൊക്കെ കരഞ്ഞാലോ, നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാലോ അല്ലേ, അല്ലെങ്കിൽ ഈ 100 കണക്കിന് ശിഷ്യന്മാർ എന്ത് ചെയ്യും ഇത്യാദി ഇത്യാദി എന്ത് പ്രലോഭനം വന്നാലും ഞാൻ മാറൂല, പ്രലോഭനമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നതിന് താക്കീതായിട്ട് മുൻകൂറായിട്ട് 2 തവണ ആവർത്തിക്കുന്നത് അല്ലേ. മൈത്രേയി അത് പറയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഒരിക്കലും നിന്റെ മനസ്സിൽ പോലും അങ്ങനത്തെ ചിന്ത വരരുത്, അത് യാത്രയ്ക്ക് തടസ്സമാകും. അതുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി രണ്ടാമതും കൂടെ പറയുന്നത്. എന്നിട്ട് പറയുന്നു ഹന്ത. വളരെ കഠിനമായ വാക്കുകളാണ് യാജ്ഞവൽക്യ മഹർഷി ഉപയോഗിക്കുന്നത്. ഹന്ത തേ അനയാ കത്യായനി അന്തം കരവാണി ഇതി. എന്നിട്ട് പറയുന്നു, ഇപ്പം മൈത്രേയി മാത്രമല്ലേ വിളിച്ചത്, അല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, അനയാ കാർത്യായനി, കാർത്യായനിയുമായിട്ടുള്ള ബന്ധവും അന്തം കരവാണി, ഞാൻ അതും അന്തം എന്ന് വെച്ചാൽ അതിനെയും വിച്ഛേദിക്കുന്നു. നീയും എൻ്റെ പത്നിയാണ്, കാർത്യായനി അതുപോലെ എൻ്റെ പ്രഥമ പത്നിയാണ്. അപ്പോൾ നീ വിചാരിക്കരുത് നിന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ പ്രഥമ പത്നിയെയും ഉപേക്ഷിക്കുകയാണ്. ഹന്തതേ അനയാ കാർത്യായനി അന്തം കരവാണ്, കാർത്യായനിയുമായുള്ള ബന്ധത്തെയും ഞാൻ മുറിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇരുവർക്കുമുള്ള എൻ്റെ സ്വത്ത് ഞാനതിനെ 2ആയിട്ട് പകർക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കുകയാണ് നിങ്ങൾക്ക് 2. കാരണം ത്രേതായുഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നു അല്ലേ, ത്രേതായുഗത്തിൽ ഏറ്റവും സമ്പന്നനായ ഗുരുകുലം നടത്തിയിരുന്നത് യാജ്ഞവൽക്യ മഹർഷിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുകുലം ഇരിക്കുന്ന പരിധിയിലുള്ള രാജനീതികൾ മാത്രമല്ല, മറ്റു പല ദേശത്തു നിന്നും അനേകം നാട്ടുരാജ്യങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നുമൊക്കെ ഈ മഹാത്മാക്കൾ കാണാൻ വരികയും അദ്ദേഹത്തിന് ഒരുപാട് ദക്ഷിണകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഈ 100 കണക്കിന് ശിഷ്യന്മാരല്ലേ ഉള്ളത്. ആ ശിഷ്യന്മാർ ഗുരുകുലത്തിലേക്ക് വെറുതെ വരില്ല അല്ലേ. സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, സമിത്പാണിയോടുകൂടിയാണ് വരുന്നത്. ആ സമിത്പാണികൾ അനേകം ദക്ഷിണകളാണ്, ബഹുവിധ ദക്ഷിണ സമ്പന്നനായി യാജ്ഞവൽക്യ മഹർഷിയെ പറയുക. യാജ്ഞവൽക്യ മഹർഷിക്ക് കൊടുക്കുന്നത് പോലെ ദക്ഷിണ ലോകത്താർക്കും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. അത്രയും മഹാത്മാവായിരുന്നു യാജ്ഞവൽക്യ. അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഈ ഗുരുകുലം നടത്തണ്ടേ, 100 കണക്കിന് 10 ശിഷ്യന്മാരെ നോക്കാൻ പ്രയാസപ്പെടുകയാണ് ഇവിടെ ആശ്രമത്തിൽ. അപ്പോഴാണ് 100 കണക്കിന് ശിഷ്യന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്കൊക്കെ ഭക്ഷണം, അപ്പോൾ അവർക്ക് ഇഷ്ടംപടി സ്വത്തുണ്ട്. പിന്നെ അദ്ദേഹം എവിടെ വാഗ്വാദത്തിന് പോയാലും തോറ്റ ചരിത്രം അല്ലെ, തോൽവി എന്നൊരു പദം അദ്ദേഹത്തിൻ്റെ അടുത്തുപോലും സ്പർശിക്കില്ല. കാരണം ഭഗവാൻ നാരായണൻ അനുഗ്രഹിച്ചതാണ് യജ്ഞവൽക്യരെ അല്ലെ, യോഗീശ്വരനായിരിക്കും അങ്ങയുടെ പുത്രൻ യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞ്. അപ്പോൾ തോൽവി എന്നത് അദ്ദേഹം കണ്ടിട്ടേയില്ല. അങ്ങനെ എവിടെ വാഗ്വാദത്തിന് പോയാലും സമ്പത്താണ്. അദ്ദേഹം
വാഗ്വാദം കഴിഞ്ഞ് ഗുരുകുലത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ദക്ഷിണ മുഴുവനായിട്ട് കാർത്യായനിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്രയും സമ്പന്നനാണ്. വെറുതെ അല്ല ശിഷ്യന്മാർ കൂടുന്നത്, ഗുരുവിൻ്റെ മഹത്വവും അറിഞ്ഞിട്ടാണ്. അങ്ങനെ ഈ സമ്പത്തിനെയെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ഇവിടെ സമ്പത്ത് എന്നുള്ള വാക്ക് പറയുന്നില്ല, പറയാണ്ട് പറയുകയാണ്, ബന്ധം വിച്ഛേദിക്കുക. ഞാൻ വെറുതെ ഒന്നും നിങ്ങളെ അനാഥരാക്കൂല, ഞാൻ എന്തൊക്കെയുണ്ടോ എൻ്റെ കയ്യിൽ അതൊക്കെ അതിൻ്റെ എല്ലാം താക്കോല് കാർത്യായനിയുടെ അടുത്താണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ പകത്തെടുത്തോളൂ എന്നതാണ് ആ അവസാനത്തെ വാക്കിൻ്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അർത്ഥമെന്നാണ് ഭാഷ്യത്തിൽ പറയുന്നത്. ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സ്വാമി സ്വാമിനി എന്നുള്ള അർത്ഥമല്ല. നമ്മൾ ആ പഠിച്ച അർത്ഥം മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി ഇവർ തമ്മിലുള്ള ആഖ്യായിക, ആ സംവാദം തുടരുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആ ചിത്രം ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ, ഒരിക്കൽ പോലും മറന്നു പോകരുത്. കാർത്യായനി നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം, മൈത്രേയി, യാജ്ഞവൽക്യ ഇവരെല്ലാം നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. അടുത്തത് സഹോവാച, ദ്വിതീയ മന്ത്രവേ. സഹോവാച മൈത്രേയി, ഫുൾ സ്റ്റോപ്പാണ് അവിടെ, മൈത്രേയി. എന്നു മേ എന്നാണ് കേട്ടോ, എന്നു മേ. കണ്ടോ, നിങ്ങൾ പുസ്തകം നോക്ക്, വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കിക്കുക, അവിടെ മേ ആണ്. പക്ഷേ മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കിൽ മന്ത്രത്തിൽ മായാണ്, അത് തിരുത്തി മേ എന്നാക്കുക. മേ എനിക്ക്, എൻ്റേത് എന്നുള്ള അർത്ഥമാണ്. എന്നു മേ ഇയം ഭാഗോ സർവ പൃഥിവി വിത്തേന പൂർണ്ണാ സ്യാത്, കോമ, പൂർണ്ണാ സ്യാത്, കോമ, കഥം തേന അമൃത സ്യാം ഇതി. അവിടെയും ഫുൾ സ്റ്റോപ്പാണ്. കഥം തേന അമൃത സ്യാം ഇതി നേതി ഹോവാച യാജ്ഞവൽക്യഃ യഥാ ഏവ ഉപകരണവതാം, യഥാ ഏവ ഉപകരണവതാം ജീവിതം തഥാ ഏവ, ഒരുമിച്ച് പറയുമ്പോൾ തഥൈവ, തഥാ ഏവ തേ ജീവിതം സ്യാദ് അമൃതത്വസ്യ, അമൃതത്വസ്യ തസ്യ അമൃതത്വസ്യ തു ന ആശാ, ന ആശ എന്നാക്കണേ, നാശ. നാശം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ലായ്മ എന്നുള്ള, നശിപ്പിക്കുക, അതല്ല. ന ആശ, രണ്ട് പദമാണത്. ന ആശ അസ്തി വിത്തേന ഇതി. ഒന്നുകൂടെ പറയേ. സഹോവാച മൈത്രേയി എന്നുമേ ഇയം ഭാഗോ സർവാ പൃഥിവി വിത്തേന പൂർണ്ണാ സ്യാത് കഥം തേന അമൃതാ സ്യാം ഇതി നേതി ഹോവാച യാജ്ഞവൽക്യഃ യഥാ ഏവ ഉപകരണവതാം ജീവിതം തഥാ ഏവ തേ ജീവിതം സ്യാദ് അമൃതത്വസ്യ തു ന ആശാ അസ്തി വിത്തേന ഇതി. അത് അണ്ടർലൈൻ ചെയ്യുമോ? അമൃത അവിടെ തൊട്ട് അമൃതത്വസ്യ തു നാശാ ന ആശാ അസ്തി വിത്തേന ഇതി. അതാണ് സന്യാസം. അദ്ദേഹം എന്ത് അത്യാശ്രമിയാകാൻ, എന്തിനെയാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഉദ്യാസനാകാൻ. എവിടെ നിന്നും ഉദ്യാസൻ, ഞാൻ എന്തിനെയാണ് മറികടക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അമൃതത്വസ്യതു നാസ അസ്തി വിത്തേന ഇതി. ഒരുമിച്ച് പാരായണം ചെയ്യാം. സഹോവാച മൈത്രേയി എന്നുമേ ഇയം ഭാഗഃ, എന്നുമേ ഇയം ഭാഗോ സർവാ പൃഥിവി വിത്തേന പൂർണ്ണാ സ്യാദ്
കഥം തേന അമൃതാസ്യാമിതി നേതിഹോവാച യാജ്ഞവൽക്യഃ യഥാ ഏവ ഉപകരണവതാം ജീവിതം തഥാ ഏവ തേ ജീവിതം സ്യാദ് അമൃതത്വസ്യ തു ന ആശാ അസ്തി വിത്തേന ഇതി. സഹോവാച മൈത്രേയി യന്നുമേ ഇയം ഭാഗോ സർവാ പൃഥിവീ വിത്തേന പൂർണ്ണാ സ്യാദ് കഥം തേന അമൃതാസ്യാമിതി നേതിഹോവാച യാജ്ഞവൽക്യഃ യഥാ ഏവ ഉപകരണവധാം ജീവിതം തഥാ ഏവ തേ ജീവിതം സ്യാദ് അമൃതത്വസ്യ തു ന ആശാ അസ്തി വിത്തേന ഇതി. അപ്പം മൈത്രേയിയോട് ഇതൊക്കെ പറഞ്ഞു. മൈത്രേയി ഇത് കേട്ട് സ്തബ്ധയായി നിൽക്കുകയാണ്. ഒരിക്കലും തൻ്റെ ഗുരുനാഥനെ പിരിയേണ്ടി വരുമെന്ന് സ്വപ്നേത് നിരീക്ഷിച്ചിട്ടില്ല മൈത്രേയി. അപ്പം ഞാൻ പോവുകയാണ് അല്ലേ എന്ന് ആലോചിച്ച് വരികയെ. എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് വിവാഹം ജനക മഹാരാജാവിൻ്റെ മന്ത്രിയാണ് മൈത്രേയിയുടെ പിതാവ്. എത്ര നല്ല സമ്പന്നടത്തു നിന്നും വിവാഹാലോചന വന്ന് എത്ര സുഖമായി ജീവിക്കായിരുന്നു മൈത്രേയിക്ക്. ആലോചിച്ച് നോക്കൂ. ആ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം അല്ലേ, അതൊക്കെ ഉപേക്ഷിച്ച് ആ പൂർണ്ണ ബോധത്തോടുകൂടി വന്നയാളാണ് മൈത്രേയി, ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ ആ ഗുരുവിൽ എല്ലാം സമർപ്പിച്ച് അല്ലേ, എൻ്റെ പിതാവ്, എൻ്റെ പത്നി, എൻ്റെ മാതാവ് എല്ലാം യാജ്ഞവൽക്യ മഹർഷിയാണ്. ആ ഗുരുനാഥൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോവാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ മൈത്രേയിക്ക്? നമുക്ക് പറ്റുമോ? ഇല്ല. ഗുരുനാഥൻ ഇനി ഇങ്ങോട്ട് കയറണ്ട, ഗുരുകുലത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റൂല നമുക്ക്. കാരണം എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട് അവസാനം ഉള്ള ആശ്രയമാണത്. ആ ആശ്രയം നമ്മൾ നിൽക്കുന്ന മണ്ണൊലിച്ചു പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് മൈത്രേയിയുടെ അവസ്ഥ. പക്ഷെ മൈത്രേയി ധൈര്യശാലിയാണ്, ബ്രഹ്മവാദിനിയാണ്, ധീരയാണ്. മൈത്രേയി പറയുകയാണ്, സഹോവാച മൈത്രേയി. മൈത്രേയി യാജ്ഞവൽക്യരോടായിക്കൊണ്ട് പറഞ്ഞു. അതാണ് സഹോവാച മൈത്രേയി. എന്താണ് മൈത്രേയി പറയുന്നത്? എന്നു എന്ന് വെച്ചാൽ ഇൻ കേസ്. ഇൻ കേസ് എന്ന് നമ്മൾ പറയില്ലേ, എന്നുവെച്ചാൽ ഒരു പക്ഷേ. എന്നു മേ ഇയം ഭാഗോ. ഭാഗോ എന്ന് വെച്ചാൽ ഭഗവൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലാണ്ട് ഒരു ഭാഗം എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ഭാഗോ എന്ന് വെച്ചാൽ ഹേ ഭഗവൻ, ഹേ ഗുരു എല്ലാമാണ് അല്ലേ. എനിക്ക് ആരൊക്കെയാണ് മൈത്രേയിക്ക് യാജ്ഞവൽക്യൻ? പിതാവും ഗുരുവും പതിയും എല്ലാമാണ്. അപ്പോൾ ആ ആദരണാർത്ഥം മൈത്രേയി വിളിക്കുകയാണ്. പണ്ടൊക്കെ പത്നിമാര് പതിയെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നല്ലേ. എന്താ സീതാമാതാവ് വിളിച്ച? ആര്യപുത്ര എന്നാണ് വിളിച്ചത് അല്ലേ. അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെയുള്ള കോപ്രായങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. അത്രയും ആദരവാണ് പതിയോ. തിരിച്ചും അതെ കേട്ടോ. നമ്മൾ വിചാരിക്കരുത് സ്ത്രീക്ക് മാത്രമേ ആദരവ് കൊടുക്കാൻ പറ്റുള്ളൂ, പുരുഷന് തിരിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. തിരിച്ചു മ്യൂച്വൽ റെസ്പെക്റ്റ് ആയിരുന്നു അല്ലേ. സ്ത്രീയെ ഏറ്റവും ആദരിച്ചിരുന്നത് ത്രേതായുഗത്തിലാണ്. ആ ത്രേതായുഗത്തിലെ ഉത്തമ പുരുഷൻ തന്നെയാണ് യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ ഹേ ഭഗവൻ, ഹേ ഗുരു എന്ന് വിളിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി അല്ലെ. മേ ഇയം, ഒരു പക്ഷേ എനിക്ക്, മേ ഇയം എനിക്ക്, അല്ലയോ ഭഗവൻ, അല്ലയോ മഹർഷേ, യാജ്ഞവൽക്യ മഹർഷേ. നമുക്ക് ഇതൂടെ കഴിഞ്ഞിട്ട് നിർത്താവേ, പെട്ടെന്ന് തീർന്നു. സർവാ പൃഥിവി വിത്തേന പൂർണ്ണാസ്യാത്. സർവാ പൃഥിവി, ഈ ഭൂമിയിലുള്ള വിത്തേന പൂർണ്ണാസ്യാത്,
ഈ ഭൂമിയിലുള്ള സർവവും എനിക്ക് ലഭിച്ചാൽ അങ്ങ് കാരണം യോഗീശ്വരനാണ് യാജ്ഞവൽക്യ മഹർഷി. എന്ന് വെച്ചാൽ എന്താ, ഒരു നിമിഷം കൊണ്ട് എന്തും സൃഷ്ടിക്കാൻ അതിനുള്ള മഹാസിദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ ഇരിക്കുന്ന വിത്തം മാത്രമല്ല, അത് മാത്രമേ പകുത്തു തരൂ, അങ്ങനെയൊന്നും അല്ല. ഈ ലോകത്തുള്ള എന്തിനേയും അങ്ങ് എനിക്ക് തരുവാണെങ്കിൽ, അതാണ് ഇൻ കേസ് എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഞാനിപ്പോൾ പറയുക, എനിക്ക് തന്നതൊന്നും പോരാ, കാർത്യായനിയുടെ സ്വത്തും കൂടെ എനിക്ക് വേണം, അതും പോരാ, എനിക്ക് എല്ലാ ഭോഗങ്ങളും അങ്ങില്ലെങ്കിലും എനിക്ക് മരണം വരെ ജീവിക്കണ്ടേ, അതിനുള്ള സർവഭോഗങ്ങളും ഞാൻ ആവശ്യപ്പെട്ടാൽ അങ്ങേക്ക് തരാൻ സാധിക്കും, അതിനുള്ള സിദ്ധനാണ് അങ്ങ്. പക്ഷേ അതൊക്കെ തന്നാലും സർവാ പൃഥിവി വിത്തേന പൂർണ്ണാസ്യാത്, ഈ ഭൂമിയിലുള്ള സർവവിത്തവും, വിത്തം എന്ന് വെച്ചാൽ ധനം അല്ലേ, വിത്തമന്ത്രി നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ, ധനമന്ത്രി, വിത്തം എന്ന് വെച്ചാൽ ധനം അല്ലേ. ഈ ഭൂമിയിലുള്ള സർവവും എനിക്ക് ലഭിച്ചാൽ കഥം, അത് എഴുതിക്കോളൂ. കഥം എന്നുള്ള വാക്കിവിടെ ആക്ഷേപാർത്ഥം ഉപയോഗിക്കുകയാണ്. ആക്ഷേപാർത്ഥ പ്രയോഗമുണ്ട്, അനപേക്ഷാവാർത്ഥ പ്രയോഗം, അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് വേദത്തിൽ. ഇവിടെ ആക്ഷേപാർത്ഥ പ്രയോഗം എന്ന് പറയും. കഥം ആക്ഷേപാർത്ഥ, എന്താണ്, ആക്ഷേപത്തോടു കൂടി ചോദിക്കുകയാണ്. കാരണം എനിക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കതൊന്നും വേണ്ട എന്നുള്ള സ്വരത്തിൽ എതിർക്കാൻ പറ്റില്ലല്ലോ പതിയെ, അല്ലെങ്കിൽ ഗുരുവിനെ. ഗുരു എനിക്ക് ഇതൊക്കെ തരികയാണ്, ഗുരുനാഥനോട് ഞാൻ പറയില്ലല്ലോ എനിക്കിതൊന്നും വേണ്ട, അങ്ങനെ പറയാനേ പാടില്ല. ഗുരുവിൻ്റെ അടുത്ത് ഒരിക്കലും എതിർത്ത് സംസാരിക്കരുതെന്നാണ് ശാസ്ത്രവിധി. അപ്പം ആ ഗുരു ഇതൊക്കെ തരാമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് വേണ്ടെന്ന് പറയുക? അപ്പം വേണ്ട എന്നുള്ളത് മറ്റൊരു സ്വരത്തിൽ യാജ്ഞവൽക്യ മഹർഷിയോട് മൈത്രേയി പറയുകയാണ്. കഥം എന്ന് വെച്ചാൽ കിട്ടുമോ എന്ന്. അതായത് എനിക്ക് അങ്ങ് നനച്ചാൽ ഈ ലോകത്തിലുള്ള സർവസൗഖ്യവും എനിക്ക് കിട്ടുമോ? തേന, അതൊക്കെ ലഭിച്ചാൽ, ഈ സർവഭൂമിയിലുള്ള വിത്തേന പൂർണ്ണാസ്യാത് കഥം, ഇതൊക്കെ എനിക്ക് കിട്ടിയാൽ, ലഭിച്ചാൽ, തേന അമൃതാസ്യാമിതി, അന്ന് വെച്ചാൽ എനിക്ക് അമൃതത്വത്തെ ലഭിക്കുമോ? മൈത്രേയുടെ ആ വിവേകബുദ്ധി നോക്കൂ, അവിടെ എഴുതിക്കോളൂ. അമൃതാസ്യാം എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് വിവേകം, മൈത്രേയുടെ സാധന ചതുഷ്ടയ സമ്പത്തിയിലെ വിവേകമാണ് അവിടെ കാണിക്കുന്നത്. വിവേകം എന്തായിരുന്നു? നമ്മൾ പഠിച്ചിരുന്നു, ഇഹ അമുത്രഭോഗ വിരാഗ അല്ലേ, പിന്നെ നിത്യാനിഷ്ഠ വസ്തു വിവേക ഇത്യാദി ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പം നിത്യ അനിത്യ വസ്തുവിനെ വേർതിരിച്ച് അറിയുവാനുള്ള കഴിവിനെയാണ് വിവേകം. അപ്പം മൈത്രേയിക്ക് അറിയാം, ഈ ലോകത്തുള്ള സർവവും കൊണ്ട് എൻ്റെ കാൽച്ചോട്ടി വെച്ചിട്ട് യാജ്ഞവൽക്യ മഹർഷി പോയാലും എനിക്ക് അമൃതത്വത്തെ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് പൊക്കും. അതാണ് ആക്ഷേപാർത്ഥം ചോദിക്കുന്നത് അല്ലേ. അങ്ങനെ വിട്ടുപോയാൽ എനിക്ക് മോക്ഷം മാത്രം മതി. അമൃതത്വം എന്ന് വെച്ചാൽ എന്താണ്? മോക്ഷം അല്ലേ. ആ മോക്ഷം മാത്രം മതി. പക്ഷെ മോക്ഷം കിട്ടൂലല്ലോ അങ്ങ് പോയാലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് വിത്തൊന്നും വേണ്ടെന്നാണ്. അപ്പോൾ അവിടെ വിവേകമാണ് കാണിക്കുന്നത്. നമ്മൾ എഴുതിക്കോളൂ. കഠോപനിഷത്ത് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ മന്ത്രം ചൊല്ലും, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെറിയ ചെറിയ ഹോംവർക്കൊക്കെ ചെയ്യും. നവിത്തേന തർപ്പണീയോ മനുഷ്യ ലജ്ജാമഹേ, അത്രേ പറയുള്ളൂ. നവിത്തേന തർപ്പണീയോ. നമ്മളിനി അടുത്ത ജനോപനിഷത്ത് കഴിഞ്ഞ് അടുത്ത കഠോപനിഷത്താണ് ചൊല്ലാൻ പോകുന്നത്. അപ്പോൾ ഒരു റിവിഷൻ ആകട്ടെ അല്ലേ. യമധർമ്മരാജാവിനോട് ഇതേ വിവേകത്തോടു കൂടി നമ്മുടെ നചികേതസ് പറയുന്നതാണ്, നവിത്തേന തർപ്പണീയോ മനുഷ്യ ലപ്സ്യാമഹ, ഇത് ലഭിക്കുമോന്ന് വിത്തം കൊണ്ട്. അത് തന്നെ ആ ചെറിയ ബാലനായ നചികേതസിനുണ്ടായിരുന്ന അതേ വിവേകം തന്നെയാണ് മൈത്രേയിക്കും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം, മൈത്രേയിക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്
അനേക കാലത്തെ ഗുരുകുലവാസം കൊണ്ടും ശ്രവണം കൊണ്ടും ഗുരുവിനോടുള്ള സമർപ്പണം കൊണ്ടുമാണ്. നമുക്ക് പറ്റുമോ? ഇപ്പം എൻ്റെ ഗുരുനാഥൻ പറയാതെ നീ ഇങ്ങോട്ട് വരൂ, പിന്നെ എനിക്ക് പ്രായമൊക്കെ ആയി, നിൻ്റെ പേരിലേക്ക് ആശ്രമം എഴുതി തരാം, നീ ഗുരുകുലം നടത്തുക എന്ന് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ പറയുമോ? ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ പറയുമോ? ആ ശരി, സന്തോഷം ഗുരു, ഞാനാണല്ലോ ഇനി അടുത്ത പീഠാധീശർ, സന്തോഷം, നമോ നാരായണ എന്ന് പറഞ്ഞ് വാങ്ങും അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് മൈത്രേയിക്ക് അത് വാങ്ങാതിരിക്കാൻ സാധിക്കുന്നു? അനേക കാല ശ്രവണം അല്ലേ, മടി കൂടാണ്ട് ശ്രവണ സൗകുമാര്യം, അതാണ് ഇവിടെ വിവേകം കാണിക്കുന്നത്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.